നമ്മളെ ഒരു യാത്ര പോവുകയാണേ. നമ്മൾ എസ്പെറൻസിന് പോവുക. എസ്പെറൻസ് ഇവിടുന്ന് ഏകദേശം ഒരു 6 തൊട്ട് 7 മണിക്കൂർ ഡ്രൈവ് ഉണ്ടെന്നാണ് പറയുന്നത്. ഏകദേശം ഒരു 700 കിലോമീറ്ററോളം വരും. അപ്പം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണെന്നാണ് പറയുന്നത്. ഞാൻ ഇതുവരെ പോയിട്ടില്ല. സോ നമുക്ക് ഒന്ന് പോയി നോക്കാം കേട്ടോ. കാറിൽ ഞാൻ ഇന്നലെ രാത്രി തന്നെ പെട്രോളൊക്കെ അടിച്ചിട്ടായിരുന്നു. പിള്ളേരെല്ലാം ഓൾറെഡി കാറിൽ കയറിയിരുന്നു. ഹാപ്പി ടു ഗോ കേട്ടോ. ഞങ്ങൾ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 5 ദിവസത്തെ ട്രിപ്പാണേ. അപ്പം പോകുന്ന വഴി വിശേഷങ്ങൾ കാണിക്കാം കേട്ടോ. ഇതേ കണ്ടോ, ഞങ്ങൾ പകുതി വഴി എത്തി കേട്ടോ, എസ്പെറൻസ് പോകുന്നതിൻ്റെ. അപ്പം പോകുന്ന വഴിക്ക് ഇതേ ഇവിടെ പറഞ്ഞിരിക്കുന്നു വെൽക്കം ടു വേവ് റോക്ക്. ഇത് WAയിൽ ഫേമസ് ആണ് ഈ വേവ് റോക്ക് എന്ന് പറയുന്ന സംഭവം. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇവിടെ ഈ വേവ് റോക്ക് എന്നാണ് ഓപ്പൺ ചെയ്തതെന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മാർച്ച് 5 2005 ഇത് ഒഫീഷ്യലി ഓപ്പൺ ചെയ്തത്. ഭയങ്കര ചൂടാണ്. 25 ഡിഗ്രി സെൽഷ്യസാണ് കാണിക്കുന്നത്. പക്ഷെ ചൂട് ഭയങ്കരമാണ്. അപ്പം എല്ലാവരും ചെറവറാന്ന് സൺസ്ക്രീനൊക്കെ എടുത്ത് തൂക്കുന്നുണ്ട്. എന്തേ നമ്മൾ നടക്കുന്ന 2 വഴികളിലും കാറ്റാടി മരങ്ങളായിരുന്നു കേട്ടോ. ഞാൻ പതിയെ തിരിഞ്ഞ് കാണിക്കാമേ. ഇത് കണ്ടോ, അത് അങ്ങനെയാണ് നടന്നു വന്നത്. നല്ല രസമാണ് കാണാനായിട്ട് കണ്ടോ. അതിൻ്റെ ഒരു വ്യൂ കാണിച്ചു തരാമേ. ഇതേ കണ്ടോ, ഇത് ഇങ്ങനെയാണ് സംഭവം. ഇതാണ് വേവ് റോക്ക്. നല്ല കാഴ്ചയല്ലേ. ഇങ്ങനെ പോകുന്ന വഴി ഒരുപാട് കാഴ്ചകളുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ നിന്ന് ഇഷ്ടംപോലെ ഫോട്ടോസൊക്കെ ഞാൻ എന്നാ പറഞ്ഞത് ഇതിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആദ്യമായിട്ടാണ് ഈ സ്ഥലം വരെ വരുന്നതും കാണുന്നതും ഒക്കെ. തൊമ്മി എന്നെയും കൂടെ അതേ അതിൻ്റെ മുകളിൽ കയറി കണ്ടേച്ച് ഇറങ്ങി വരുന്ന രംഗമാണ് കേട്ടോ. ഒത്തിരി ആൾക്കാരുണ്ട്. എൻ്റെ മുകളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വ്യൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ കുത്തനെയുള്ള കയറ്റോ പേടി. ഞാനതുകൊണ്ട് കയറിയില്ല. ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കിലോമീറ്ററോടെ ഇങ്ങനെ തന്നെ ഡ്രൈവ് ചെയ്തെങ്കിൽ വന്നു കേട്ടോ. ഏകദേശം ഒരു 150 കിലോമീറ്ററോടെ കഴിഞ്ഞപ്പോൾ രാമൻ ട്രോപ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. ചെറിയൊരു ടൗണാണ്. പക്ഷേ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പോസ്റ്റുണ്ട്, ഒരു ചെറിയ IGA ഉണ്ട്. അങ്ങനത്തെ ഇതാണ് ആ ടൗണിൻ്റെ ഒരു വ്യൂ കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നിർത്തി എന്താ പറയുന്നത്, ഒന്ന് റിലാക്സ് ചെയ്തൊന്ന് ഫ്രഷായിട്ട് ഡ്രൈവ് ചെയ്യാമെന്ന് കരുതി. നമ്മളങ്ങനെ എസ്പെറൻസ് എത്തി കേട്ടോ. എസ്പെറൻസ് സെൻട്രൽ അക്കോമഡേഷൻ ഇവിടെയാണ് നമ്മൾ അക്കോമഡേഷൻ എടുത്തിരിക്കുന്നത്. നേരെ അങ്ങോട്ട് ഒരു പാത്ത് കേട്ടോ, അതിലേക്ക് നേരെ നടന്നു കഴിഞ്ഞാൽ ബീച്ചിലേക്ക് ഇവിടെ നിന്നാൽ എനിക്ക് കാണാം. പക്ഷെ നിങ്ങൾക്ക് കാണാമെന്ന് അറിയത്തില്ല. നമുക്ക് എന്നാ അപ്പാർട്ട്മെൻറ്റ് നമ്പർ 1 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഞങ്ങൾ ഓൾറെഡി ഒന്ന് തുറന്ന് കയറി എല്ലാം ഒക്കെയാണോ ഒന്നും അറിയണ്ടേ. ജസ്റ്റ് അതിൻ്റെ അകത്തോട്ട് പെട്ടെന്നൊന്ന് കാണിച്ചേക്കാമേ. കേട്ടോ, ഒരു സീറ്റിംഗ് ഏരിയ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു കുഞ്ഞ് കോഫി ടേബിളുണ്ട്. ഒരു 2 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള ഡൈനിങ് ടേബിൾ, ഒരു ഫ്രിഡ്ജ്, മൈക്രോവേവ് ഓവൻ, പിന്നെ എന്താ പറയുക കിച്ചൺ 2 ഹോട്ട് പ്ലേറ്റ്, അത്യാവശ്യം ഒരു കെറ്റിൽ ഇരിപ്പുണ്ട്. പിന്നെ 2 ബെഡ്റൂമാണുള്ളത്. ഇത് ഇവിടെ എസ്പെറൻസിൽ വന്നിട്ട് കണ്ടിട്ട് പോകേണ്ട ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണെന്നാണ് പറയുന്നത് കേട്ടോ. സ്റ്റോൺ ഹെഞ്ച് എന്ന് പറയും. ഇത് UK മോഡലിൽ എന്തോ സംഭവമാണെന്നാണ് പറയുന്നത്. ആദ്യം ഈ സ്റ്റോൺ ഹെഞ്ച് എന്ന് പറയുന്ന സംഭവം UK-യിലുണ്ട്. ആ സെയിം സ്ഥലത്തിൽ ഇത് ഉണ്ടാക്കിയിരിക്കുന്നതാണെന്ന് പറയുന്നു. എനിക്കതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. ഞങ്ങൾ പോകുന്ന വഴി ഇങ്ങനെ സ്റ്റോൺ ഹെഞ്ച് എന്ന് കണ്ടു. പ്ലേസ് ടു വിസിറ്റ് ചെയ്തുണ്ടായിരുന്നു. അപ്പം കൂടുതൽ അതിനെപ്പറ്റി റീഡ് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പം എന്നാൽ പിന്നെ ഇതൊന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. ഇപ്പം 30 സ്റ്റോൺ 30 ബിഗ് സൈസ് സ്റ്റോൺ വെച്ചാണ് ഇത് പണിതിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാണേണ്ടത് ഈ നട്ടുച്ചയ്ക്കല്ല. ഞങ്ങൾ വന്നത് കറക്റ്റ് ഒരു എന്താ പറയുക ഉച്ച സമയത്തായിപ്പോയി. പക്ഷേ ഇത് കാണേണ്ടത് ഏർലി മോർണിംഗിലാണ് വന്ന്. സൺറൈസ് ഇതിലേക്ക് സൺറൈസ് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണെന്ന് പറയുന്നത്. ഈ കല്ലുകൾക്കിടയിലൂടെ സൂര്യന് തീയെ ഉദിച്ച് വരുന്ന ഒരു വ്യൂ ഉണ്ടെന്നാണ് പറയുന്നത്. അത് കാണാനായിട്ടാണ് ഏറ്റവും ഭംഗിയെന്നാണ് പറയുന്നത്. നമ്മൾ ഇപ്പോൾ സ്റ്റോൺ ഹിഞ്ച് കണ്ടു കഴിഞ്ഞ് വെച്ചാൽ നമ്മൾ പോകാൻ പോകുന്നത് എങ്ങോട്ടെന്നറിയോ, ലക്കി വേയിലേക്കാണ് കേട്ടോ പോകുന്നത്. ലക്കി വേ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഏറ്റവും മനോഹരമായ ബീച്ചുകളുള്ള സ്ഥലമാണെന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. പോകുന്ന വഴികൾ കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ. ചുറ്റും മലനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. കാറിൽ പോകുമ്പോഴത്തേക്ക് നല്ല രസമാണ് കാണാനായിട്ട്. ലക്കി വേയിലേക്ക് കയറാനുള്ള ടിക്കറ്റാണ് കേട്ടോ. ഒരു ഡേ പാസ് ആണിത്. നമുക്ക് ഒരു വണ്ടിക്ക് 17
$1 വാങ്ങിച്ചിരിക്കുന്നത്. നമ്മള് ലക്കി ബേയിലേക്കാണ് കേട്ടോ ഈ പൊക്കോണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വലത്തെ വശത്തേക്ക് കാണാൻ പറ്റുമോ? നല്ല നീല കളറില് വെള്ളം, അതായത് കടലിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത്. കടലിലെ കളറ് നല്ല നീല കളറിലാണ് ഇവിടുന്ന് എനിക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അതെ നമ്മൾ എത്തിയിരിക്കുക. എന്ത് ഭംഗിയായിട്ടാണ്. നമുക്ക് ആദ്യം പിക്നിക് ഏരിയയിലേക്ക് പോകാം കേട്ടോ. പിക്നിക് ഏരിയയിലേക്ക് നമുക്ക് ചെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അത് ഇങ്ങനെ ഇറങ്ങി വരികയാണ് നമ്മൾ. ലക്കി ബേയുടെ കാഴ്ചകളാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. നല്ല രസമായിട്ട് തിരയടിച്ച് വരുന്നത് കണ്ടോ. വലിയ തിരകളൊന്നുമല്ല, നമുക്ക് അത്യാവശ്യം ഇറങ്ങി നീന്തുകയൊക്കെ ചെയ്യാം. അങ്ങ് ദൂരെ നിന്നാണ് നമ്മൾ ഡ്രൈവ് ചെയ്ത് നമ്മൾ എത്തി കേട്ടോ. അതെ, ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. എടുക്കുമെന്നറിയാവോ, ഞണ്ടിനെ പിടിക്കുക. അത് പിടിക്കാൻ നോക്കുന്നതിൻ്റെ ബുദ്ധിയൊന്നും ആലോചിച്ചോണേ. കൈ കൊണ്ട് എന്നിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അയ്യോ പിടിക്കല്ലേ എന്ന് എന്നിട്ട് നൂലൊക്കെ എടുത്ത് കൈ വെച്ചിട്ടുണ്ട്. ഞണ്ടനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈയും കാലും ഒക്കെ കെട്ടിയിടാൻ. എന്താവോ എന്തോ. 4 ഡിഗ്രി ചൂടുണ്ടെങ്കിലും ഈ കടലിൽ നിന്ന് നല്ല തണുത്ത കാറ്റടിക്കുന്നതുകൊണ്ട് നമുക്കത് ഫീൽ ചെയ്യേയില്ല കേട്ടോ. ഇപ്രാവശ്യം പിള്ളേരൊക്കെ ഇപ്പോൾ വളർന്നു പറ്റത്. പിള്ളേരൊക്കെ ചെറുതല്ലേ, ഇപ്പോൾ പിള്ളേരെയും കൊണ്ട് ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പാടം അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഒരു ചെറിയ ഞണ്ടിനെ ഞങ്ങൾ പിടിച്ചെടുത്തിരിക്കുകയാണ് കേട്ടോ. എത്ര നേരത്തെ പരിശ്രമം കേട്ടോന്നറിയാമോ. ചിലപ്പോൾ കൂടുതലും ഞണ്ട് കിട്ടുമായിരിക്കും കേട്ടോ. ഞാൻ കുറേ നേരം ഞണ്ടിന് തീറ്റ കൊടുക്കണോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കി. എന്തായാലും കിട്ടിയിട്ടുണ്ട്. അവരുടെ അരമണിക്കൂറായി അവരതിന് വേണ്ടി ശ്രമിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ നമ്പർ 2 ആരെ പിടിച്ചാൽ തോമിയാണോ? പുറത്തിലൊക്കെ 40 സമയത്ത് ഇവിടെ ഒരു 32 ടെമ്പറേച്ചർ. കറക്റ്റ് സമയമാണ് ഇവിടെ വന്ന് ബീച്ചിലൊക്കെ ഇറങ്ങാനൊക്കെ ആയിട്ട് കേട്ടോ. സാധാരണ നമ്മളിപ്പോൾ കടൽ തീരത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ മണ്ണിലേക്കൊക്കെ ചവിട്ടി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എന്താ പറയുന്നത്, നല്ല മണ്ണങ്ങ് താന്നു പോകുകയല്ലേ. ഇത് കണ്ടോ, ചവിട്ടിയാലും എത്ര അഞ്ഞു ചവിട്ടിയാലും കണ്ടോ നല്ല ഉറപ്പാണ്. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് നടന്നു പോകാം. മറ്റേത് കാല് പൊതഞ്ഞു പോകും, നമുക്ക് നടക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കുകയല്ലേ. ഇത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് നടന്നു പോകാം. ഞങ്ങൾക്ക് മീൻ കിട്ടി. ഞങ്ങൾക്ക് മീൻ കിട്ടി കേട്ടോ. മീൻ കിട്ടി. ഇതേ കഴിച്ചേ, കടലിലെ ചെമ്പല്ലി പോലത്തെ മീനോ. ഫിഷ് ഫ്രൈ. എന്നാ വീഡിയോ ഇടുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഇപ്രാവശ്യം കേട്ടോ. ഇപ്രാവശ്യം ഞങ്ങൾ ഫിഷ് ഫ്രൈയുടെ വീഡിയോ ആണ്. ഫിഷ് ഫ്രൈയും ക്രാബ് കറിയും അല്ലേ. എത്ര ഞണ്ട് കിട്ടി അമ്മ? എത്ര ഞണ്ട് കിട്ടിയടാ? 10 ഞണ്ട്. ഞങ്ങൾക്ക് 10 ഞണ്ട് കിട്ടിയിട്ടുണ്ട്. ക്രിസ്മസ് സ്പെഷ്യലായിട്ട് എന്ത് വീഡിയോ ഇടുമെന്ന് ആലോചിച്ചിരുന്ന് കഴിഞ്ഞപ്പോഴാണ് എസ്പെറൻസ് കടലയിൽ നിന്ന് പിടിച്ച ഞണ്ടും ഫിഷ് ഫ്രൈ കേട്ടോ. ഇതേ കണ്ടോ, നമ്മൾ ലക്കി ബേന്ന് പിടിച്ച 2 മീനും 1-2 ക്രാബ് മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. കാരണം ഇവിടെ അധികം പാചകം ചെയ്യാൻ പാത്രങ്ങളോ സൗകര്യങ്ങളോ ഒന്നും ഇല്ല കണ്ടോ. ഈ കുഞ്ഞ് 2 ബർണറാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് എന്താ പറയുക, ഹോട്ട് പ്ലേറ്റ് ബർണറല്ല കേട്ടോ, ഹോട്ട് പ്ലേറ്റ്. അപ്പം വളരെ ചെറിയ സ്പേസാണ്, സൗകര്യങ്ങൾ അധികം ഇല്ലാത്തത് കൊണ്ട് ഈ 2 മീൻ മാത്രം നമുക്ക് വറുത്തെടുക്കാം. എന്നിട്ട് ക്രാബ് നമുക്ക് പുറത്ത് കൊണ്ടുപോയി ഉണ്ടാക്കാം. ഞാൻ ഈ ക്രാബ് ഉണ്ടാക്കാനായിട്ട് ക്രാബ് തൊട്ടെ മീൻ ഉണ്ടാക്കാനായിട്ട് കുറച്ച് മറ്റേ ചില്ലി പേസ്റ്റും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടി എല്ലാം ഇവിടെ നിന്ന് വാങ്ങിച്ചു. അതെല്ലാം വെച്ച് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് വറുത്തെടുക്കാമേ. നമ്മുടെ മീൻ കിടന്ന് ഫ്രൈ ആകുന്ന കണ്ടോ. ആ ഒരു മീനിന് മുഴുവൻ കിടക്കാനുള്ള സ്പേസ് ഇല്ല കേട്ടോ. ഞാനതൊന്ന് വളച്ചിട്ടേക്കട്ടെ. കണ്ടോ, മീനെ ഒന്ന് തിരിച്ചിട്ടു. തിരിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം ആ മിച്ചം ഉണ്ടായിരുന്ന ഗ്രേവിയിലെ അരപ്പ് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇനി ഒരു 5 മിനിറ്റ് കാര്യമേ ഉള്ളൂ, നമുക്ക് നമ്മുടെ ഫിഷ് റെഡിയാവും. ഡിന്നർ റെഡിയായി കേട്ടോ. എന്നൊക്കെയാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് കണ്ടോ. നമ്മുടെ ലക്കി ബേയിൽ നിന്ന് പിടിച്ച മീൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനുണ്ടല്ലോ കുറച്ച് പ്രോൺസ് ഇവിടുന്ന് വാങ്ങിച്ചിരുന്നു. ഞങ്ങൾ ഇവിടെ ഒരു വൂൾവർത്ത് ഉണ്ട്. ഇവിടെ വൂൾവർത്ത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. IJ ഉണ്ട് കേട്ടോ, കോൾസ് ഒന്നുമില്ല. അപ്പോൾ ആ വൂൾവർത്തിൽ നിന്ന് നല്ല ഫ്രഷ് ബനാന പ്രോൺസ് ഇരിക്കുന്നു. അത് മേടിച്ച് ചുമ്മാ ഒരു റോസ്റ്റ് പോലെയാക്കി. പിന്നെ ഇത് ട്യൂണയും പിന്നെ നമ്മുടെ പയറും കൂടെ ഇട്ട ഒരു ഒലത്ത് പോലെ ഉണ്ടാക്കിയതാണ് കേട്ടോ. നമ്മുടെ മെഴുക്ക് പുരട്ടി പോലെ. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ കാണിക്കാമേ. കേട്ടോ, ഇതാണ് നമ്മുടെ ഡിന്നർ. നമ്മളെ രാവിലെ വന്നിരിക്കുന്നത് റാൽഫ് പവർ അഡ്വഞ്ചർ പാർക്കിലേക്കാണ് കേട്ടോ. ഇവിടെ ഒരു മിനിയേച്ചർ റെയിൽവേയും കൂടെ ഉണ്ട്, കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ട്രെയിൻ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ആ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ. ഇതാണ് ട്രെയിൻ കണ്ടോ, കുഞ്ഞ് ട്രെയിനാണേ. ഇതാണ് എസ്പെറൻസ് മിനിയേച്ചർ റെയിൽവേ സ്റ്റേഷൻ. ഇങ്ങോട്ട് നല്ലൊരു പാർക്കാണ് കണ്ടോ.
ഈ ട്രെയിനിലിരുന്ന് ഈ ട്രെയിൻ പോകുന്ന വഴികളിലൂടെ നമുക്ക് കാണാം. ഒരു റൗണ്ട് നമ്മൾ സ്റ്റേഷൻ്റെ അകത്തേക്ക് വന്ന് കയറുവാണ്. ഇനിയും കൊണ്ടുപോകാൻ അറിയത്തില്ല, നോക്കട്ടെ. നമ്മൾ ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയേ, ക്ലോക്ക് ടവറിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ പോരുവാണ്. നേരെ മുമ്പോട്ട് നടന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ബീച്ചിലേക്കാണ് ചെല്ലുന്നത്. കണ്ടോ, ഡോൺ മക്കൻസി വാട്ടർ ഫ്രണ്ട് ഗാർഡൻസ്. ഇഷ്ടം പോലെ ബോട്ടുകൾ ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. നമുക്ക് കാണാം, അങ്ങ് ദൂരെ ഒരു ഷിപ്പ് കിടപ്പുണ്ട്. നമുക്ക് നല്ല ദൂരം അകത്തോട്ട് നടന്നു വരാം കേട്ടോ. ഈ സൈഡ് മുഴുവനും ബോട്ടുകളാണ്. നമ്മളത് നടന്ന് ഇങ്ങനെ എത്തി കേട്ടോ. നമ്മളെ എസ്പെറൻസ ജെട്ടി കാണാൻ വന്നിരിക്കുകയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇവിടുത്തെ അക്കോമഡേഷൻ വ്യൂസാണ് ഈ കാണുന്നതെല്ലാം കേട്ടോ. ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചേക്കാമെന്ന് കരുതി നേരെ കടലിൻ്റെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ നിൽക്കുന്നത്. എന്നെ കുട്ടിയെ ബിസ്ക്കറ്റ് ഒന്ന് കാണിച്ചേ. ആ ബിസ്ക്കറ്റിൻ്റെ പേരെന്നാ മോനെ? സ്മാർട്ടീസോ? സ്മാർട്ടീസ് കുക്കീസ് കണ്ടോ. അതിൽ നമ്മുടെ നാട്ടിലെ ജെംസ് മിഠായി ഇല്ലേ, ആ ജെംസ് മിഠായി ഉള്ള സംഭവമാണ്, അതാണ് സ്മാർട്ടീസ് കുക്കീസ്. എസ്പെറൻസ് ജെട്ടിയിലേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ. ഇവരെല്ലാ സ്ഥലത്തും ഇഷ്ടം പോലെയാണ് കളിക്കാനായിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതേ. ഇവിടെ ഒരു മനുഷ്യൻ ചാക്കൊക്കെ ചുമന്ന് നിൽക്കുന്നത് കണ്ടോ. വേറൊരു സംഭവം കാണിച്ചത് ഇച്ചിരി ഇത് കണ്ടോ, വെൽക്കം ടു ന്യൂങ്കാർ സീ കൺട്രി. കണ്ടോ, ഇത് ഈ എഴുതിയിരിക്കുന്ന ന്യൂങ്കാർ സീ കൺട്രി എന്ന് പറയുമ്പോഴത്തേക്കിന് ഈ ന്യൂങ്കാർ എന്ന് പറയുന്നത് നമ്മുടെ അബോറിജിൻസ് ആണ്. അവരാണല്ലോ ഇവിടുത്തെ ആദ്യത്തെ താമസക്കാർ. ഇതേണ്ട ഇവിടെ ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് വെച്ചിട്ടുണ്ടേ. നമുക്ക് അതെടുത്ത് റൈഡ് ചെയ്യാം, പൈസ അടച്ചാൽ മതി. ദേണ്ട വരുന്നു തോന്നി കേട്ടോ, ദേണ്ട തോന്നുന്നു. ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഇത് ഫിഷ് ടൈൽ പോലെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഹെലികോപ്റ്റർ ഇവിടെ വന്ന് ഇച്ചിരി മുമ്പോട്ടങ്ങ് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്, ഹെലിപാഡുണ്ട്. അപ്പം അവിടെ ഹെലികോപ്റ്റേഴ്സ് വന്ന് ലാൻഡ് ചെയ്ത് ദ്വീപിലേക്ക് ഐലൻഡ് ടൂർസ് ഉണ്ട്, ഐലൻഡ് ടൂർസ്. അതെ, അന്നക്കുട്ടിയുടെ തേടാണ് കേട്ടോ. അന്നക്കുട്ടി ആണ്ടേ അന്നേക്കത് വലിയ കറക്റ്റായിട്ടായിട്ട് സംഭവം അറിയത്തില്ല, പക്ഷേ കുഴപ്പമില്ല, പുള്ളിക്കാരി അത് പയ്യെ പഠിച്ചെടുക്കുന്നുണ്ട്. ആൾക്ക് നല്ല പേടിയാ. വരുന്നു, പഠിച്ചോ എന്നെ? പഠിച്ചെന്ന് തോന്നുന്നു. ആ വരുന്ന ആരാന്നറിയാമോ? റോജോ ആണ്, റോജോ. എന്നോട് വീഡിയോ എടുത്തേക്കരുത് യാതൊരു കാരണവശാലും എന്ന് പറഞ്ഞതാണ്. ഞാനതങ്ങ് അനുസരിച്ചു. ഇതൊക്കെയല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ലക്കി ബേ ബ്രൂയിങ്ങിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. എന്താ സംഭവം എന്ന് നോക്കാമേ. ഇതാണ് കേട്ടോ ഇതിൻ്റെ എൻട്രൻസ്. ഇത് ഇവരിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ബിയർ ഇവർ തന്നെ ഉണ്ടാക്കിയെടുക്കുമെന്നാണ് പറയുന്നത്. ഇവർക്ക് തന്നെ ഫാമുണ്ട്. ആ ഫാമിൽ ബാർലിയും മാൾട്ടും ഒക്കെ ഉള്ള ഫാമാണ്, അത് ഗ്രോ ചെയ്യുന്ന ഫാമാണ്. ആ ഫാമിൽ നിന്നുള്ള ഫ്രഷ്ലി ഗ്രെയിൻസ് ഉപയോഗിച്ച് ഇവർ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന നല്ല ഒന്നാന്തരം ബിയറാണ് ഇവിടെ കിട്ടുന്നതെന്നാണ് പറയുന്നത്. ബ്രൂവറിയിൽ ഫുഡൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളിത് അത്യാവശ്യം ഒരു ഫിഷ് ആൻഡ് ചിപ്സും ഒരു ഫിഷ് ടാക്കോസും ഒക്കെ ഓർഡർ ചെയ്യുവാണ്. നമുക്ക് നോക്കാം വരുമ്പം ടേസ്റ്റ് എങ്ങനെയാണെന്ന് കഴിച്ചിട്ട് പറയാം കേട്ടോ. ഞങ്ങൾ കുറച്ച് സ്നാക്സ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ.
അവരുടെ സ്നാക്സ് ആണെന്നാണ് പറഞ്ഞത്. ഇത് കുറച്ച് ചിപ്സ്, ഫിഷ് ആൻഡ് ചിപ്സ്, പിന്നെ ഫിഷ് ടാക്കോസ്, ഇത്ര സാധനങ്ങളാകട്ടോ വാങ്ങിച്ചിരിക്കുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്നത് ബാൻഡി ക്രീക്ക് ബോട്ട് ഹാർബർ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ഇവിടെ നിന്നാണ് ഫിഷിങ്ങിന് ബോട്ടുകളൊക്കെ പോകുന്നതെന്നാണ് പറയുന്നത്. ഇവിടുന്ന് പോയേച്ച് നല്ല മീൻ പിടിച്ചോട്ട് വന്നേച്ച് അവിടെ ഒരു കണ്ടോ എസ്പെറൻസ് ഫിഷ് പ്രോസസ്സർ ഇവിടെ പ്രോസസ്സ് ചെയ്തിട്ടാണ് പുറത്തേക്ക് സെല്ല് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇവിടെ ഒരു ഫിഷ് ഷോപ്പും ഉണ്ട്. നമ്മളിത് അടുത്ത ബീച്ചിൽ വന്നിരിക്കുകയാണ് കേട്ടോ, വെസ്റ്റ് ബീച്ച് കേട്ടോ. അപ്പം അത്യാവശ്യം വെയിലായി, രാവിലെ നല്ല തണുപ്പത്ത് ഇറങ്ങിയതാണ്. അപ്പം വെയിലുണ്ട്. നമ്മളെ സാൽമൺ ബീച്ചിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എഴുതി വെച്ചിരിക്കുന്നു സ്റ്റേ ഓഫ് ദി ബ്ലാക്ക് റോക്ക് ലൈഫ് ഹാസ് ബീൻ ലോസ്റ്റ് എന്ന്. അതായത് ആ ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്നത് അവിടെയാണ് കേട്ടോ. ആ കല്ലിലൊക്കെ കയറുന്നേ ആൾക്കാർ ഈ മീൻ പിടിക്കാനായിട്ടൊക്കെ പോകുമ്പോഴത്തേക്കിനും ഈ പറഞ്ഞ പോലെ മമ്പൻ തിരയടിച്ച് കയറി വന്ന് വാഷ് ചെയ്തുകൊണ്ട് പോകും. അതൊക്കെയാണ് ഈ സംഭവിക്കുന്നത്. അതുകൊണ്ട് എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് ഈ പറയുന്ന കല്ലയിലൊന്നും കയറി നിൽക്കരുത്, ഫിഷിങ്ങിന് വേണ്ടിയിട്ട് ഈ കല്ലയിലോട്ടൊന്നും കയറരുത്. ഇവിടെ വലിയ തിരയാണ് കേട്ടോ. ഇന്നലെ നമ്മൾ ലക്കി ബേ പോയപ്പോൾ ചെറിയ തിരയില്ലായിരുന്നു, ഇത് വലിയ തിരയാണ് വരുന്നത് കണ്ടോ. കാണാനൊക്കെ ഭയങ്കര ഭംഗിയാണ്. പക്ഷേ അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്തില്ലെങ്കിലേ നമ്മൾ ലൈഫ് റിസ്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഭയങ്കര കാറ്റുമുണ്ട് കേട്ടോ. എസ്പെറൻസ സിറ്റി സെൻറ്ററാണ് കേട്ടോ. എസ്പെറൻസുള്ള നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്ത് ഇതൊന്ന് കാണാം. ഇതിൻ്റെ അകത്താണ് കോൾസ് ഇല്ല കേട്ടോ, വെറുതെ പറഞ്ഞു. വൂൾവർത്തും കെ മാർട്ടിന് പകരം ഇവിടെ കെ ഹബ്ബ് എന്നാണ് പറയുന്നത്. കെ മാർട്ടിന് തന്നെ കെ ഹബ്ബ് അതും ഉള്ളത്. പിന്നെ റിജക്ട് ഷോപ്പ് ഉണ്ട് അതിൻ്റെ അകത്ത്. വളരെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് സിറ്റി സെൻറ്ററിലൂടെ ഒന്ന് ഡ്രൈവ് ചെയ്ത് നമുക്കൊന്ന് കണ്ടേക്കാം. ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് പിങ്ക് ലേക്ക് പോയി. പിങ്ക് ലേക്ക് പക്ഷേ ഒട്ടും പിങ്ക് അല്ല കേട്ടോ. എന്തോ ഉപ്പിൻ്റെ സാന്ദ്രത മൂലം എന്തോ പിന്നെ പിങ്ക് ലേക്കൊക്കെ വൈറ്റ് ലേക്ക് ആയിപ്പോയി. അതുകൊണ്ട് പിന്നെ അതൊന്നും വീഡിയോ എടുത്തില്ല. പിന്നെ ഫ്രഞ്ച്മാൻ പീക്ക് പോയി, ഭയങ്കര വെയിലായിരുന്നു, വീഡിയോ എടുക്കാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതും വീഡിയോ എടുത്തില്ല. നമ്മൾ മേളിൽ റോഡിലൂടെ മലമുകളിൽ റോഡ് അതിലേ നമ്മൾ പോകുമ്പോൾ താഴെ നമുക്ക് കടൽ കാണാം കേട്ടോ. അതാണ് ഈ സൈഡിൽ ഒരുപാട് വീടുകളുണ്ട്. അതിൽ മോസ്റ്റ്ലി വീടുകൾ ഈ പറയുന്ന പോലെ ഹോം സ്റ്റേ പോലത്തെയുള്ള അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെയാണ്. ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി വലിയ ടൗൺ അല്ല, പക്ഷേ നമുക്ക് ആവശ്യത്തിനുള്ളതെല്ലാം ഉണ്ട്. ഇത്രയും ഇപ്പം മനസ്സിലായല്ലോ, വളരെ ഒരു കുഞ്ഞു ടൗണാണ്. ഞങ്ങൾ നാളെ രാവിലെ ഇവിടുന്ന് തിരിച്ചു പോകും കേട്ടോ. ഞങ്ങളുടെ ഹോളിഡേ പെട്ടെന്ന് 5 ദിവസം പോയത് ഞങ്ങൾ അറിഞ്ഞു പോലുമില്ല.